ഹായ് ആളപ്പോൾ ദൃശ്യം 3 കണ്ടു. ആരും കമന്റ് ബോക്സിൽ ഒന്ന് പൊങ്കാല ഇടരുത് ദൈവത്തെ ഓർത്ത്. എനിക്ക് പടം ഒരു ആവറേജ് മൂവി ആയിട്ട് തോന്നിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ശരിക്കും മേക്കേഴ്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ ഡ്രാമ എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റില്ല. അതല്ലാതെ ഭയങ്കര മാരകമായ ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സാധാ ഫാമിലി ഡ്രാമ മൂവി. അതിൽ അവസാനത്തെ ഒരു 10 മിനിറ്റിൽ ഒരു ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല രീതിയിൽ ആഘടിച്ചായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ ആഘടിച്ചായിരുന്നു. ഇപ്പം നമ്മൾ ദൃശ്യം കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫ് ചെറുക്കാതെ വർക്കാകാത്തൊരു മൂവി. ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്ക് ചുമ്മാ ഫാമിലി ഡ്രാമ അങ്ങോട്ടും ഇങ്ങോട്ട് തോന്നും. സെക്കൻഡ് ഹാഫാണ് പടം ഒന്ന് കയറുന്നത്. അപ്പം ഈവൻ സെക്കൻഡ് പാർട്ടിലായാലും അങ്ങനെ തന്നെയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു മൊത്തം പടം അങ്ങനെ എടുത്തു വെച്ചേക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഒരു വോ ഫാക്ടറോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. അപ്പോൾ മേ ബി എൻ്റെ ഇതായിരിക്കാം, ഞാൻ കുറച്ചുകൂടി ത്രില്ലും കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടായിരിക്കും നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം, എന്നിട്ട് നിങ്ങളുടെ തീരുമാനം പറയാം. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് വാച്ചായിട്ട് തോന്നിയുള്ളൂ. ഭയങ്കര മാരകമായ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഫാമിലി ഡ്രാമ കണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള മൂവി. അപ്പോൾ അതാണ് ദൃശ്യം 3. അപ്പോൾ ബാക്കി നിങ്ങളെല്ലാവരും കണ്ടിട്ട് തീരുമാനിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.